2023 IPL സീസണിലും 2024 IPL സീസണിലും സൺറൈസേഴ്സ് ഹൈദരാബാദ് ഒരു പുതിയ ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് അവതരിപ്പിച്ചു. ഹിറ്റ് ഹാർഡ് ഫ്രം വെരി ഫസ്റ്റ് ബോൾ, അതായത് ആദ്യത്തെ ബോൾ മുതൽ അടിയോടടി അവസാനത്തെ ബോൾ വരെ. ഹാർഡ് ഹിറ്റേഴ്സിനെ മാത്രം ഉൾപ്പെടുത്തി ആങ്കർ റോളിൽ കളിക്കുന്ന ബാറ്റ്സ്മാൻമാരെ ഒന്നും ഉൾപ്പെടുത്താതെ ഒരു ബാറ്റിംഗ് ലൈനപ്പ്. ടോട്ടൽ എപ്പോഴും 250 റൺസിന് മുകളിൽ വേണം. തുടർച്ചയായ 2 സീസണുകളിൽ ക്രിക്കറ്റ് ആരാധകർ മുഴുവൻ SRHൻ്റെ ബാറ്റിംഗ് കണ്ട് പകച്ചു നിന്നു. പിന്നെ സാക്ഷാൽ ടീം ഇന്ത്യ തന്നെ SRHൻ്റെ ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് പിന്തുടരാൻ തുടങ്ങി. ഫസ്റ്റ് ബോൾ മുതൽ അടിയോടടി. അവിടുന്ന് അങ്ങോട്ട് ബൗളേഴ്സും ഫീൽഡേഴ്സും കോമഡി പീസുകളായി മാത്രം പരിണമിച്ച T20 ക്രിക്കറ്റ് ഡേയ്സ് അവസാനിക്കാൻ പോകുകയാണോ? ഏതായാലും ടീം കമ്പക്കെട്ട് ഇപ്പോൾ തുടർച്ചയായ 4ാം തോൽവിയിലൂടെ IPL 2025 പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ്. ആസ്ഥാന വെടിക്കെട്ട് വീരന്മാർ ഒക്കെ നനഞ്ഞ പടക്കം പോലെ നിന്ന് ചീറ്റുന്നു. അഭിഷേക് ശർമ്മയും മാത്യു ഹെഡും അടക്കമുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച ഹാർഡ് ഹിറ്റേഴ്സ് എക്സ്പോസ്ഡ് ആയിപ്പോയോ? ഒരു പരിധിവരെ ആയിരിക്കാം. എന്തായാലും 2025 IPLൽ BCCI തയ്യാറാക്കിയിരിക്കുന്ന പിച്ചുകൾ ബാറ്റ്സ്മാൻമാരെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നവയല്ല. സ്ട്രോങ് ടെക്നിക്കും ഡിഫൻസും ഒക്കെ തീവ്രമായി മാറ്റുരയ്ക്കപ്പെടുന്നു. അവിടെ SRH ടീം മുന്നോട്ട് കൊണ്ടുവന്ന, പിന്നീട് ടീം ഇന്ത്യ തന്നെ പിന്തുടർന്ന ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് അപ്രസക്തമാകുകയാണോ? വരും മത്സരങ്ങൾ മറുപടി നൽകും. വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ ലോ സ്കോറിംഗ് മാച്ചുകളെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ മാത്രമാണ് ക്രിക്കറ്റ് 11 പേരുടെയും കളിയാകുന്നത്. ഫീൽഡേഴ്സിൻ്റെ ചെറിയ പിഴവുകളും ഫീൽഡിംഗ് വിന്യാസത്തിലെ പ്രശ്നങ്ങളും ബൗൾ ചെയ്യുമ്പോഴും ബാറ്റ് ചെയ്യുമ്പോഴും ഉള്ള ടീം സ്ട്രാറ്റജികളും ബൗളിങ്ങിലെയും ബാറ്റിങ്ങിലെയും ടെക്നിക്കൽ പെർഫെക്ഷനും വേരിയേഷൻസ് ടാക്കിൾ ചെയ്യുന്ന രീതികളും പിച്ചിൻ്റെ സ്വഭാവമാറ്റങ്ങളും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത്, ചോദ്യം ചെയ്യപ്പെടുന്നത് ലോ സ്കോറിംഗ് മാച്ചുകളിൽ മാത്രമാണ് എന്നത് തന്നെയാണ് കാരണം. SRHൻ്റെ വെടിക്കെട്ട് ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റിൽ ആകട്ടെ ഫീൽഡേഴ്സ് കാഴ്ചക്കാരാണ്, ബൗളേഴ്സ് കോമഡി പീസാണ്. അത് ക്രിക്കറ്റിൻ്റെ എന്നല്ല ഒരു ഗെയിമിൻ്റെയും സൗന്ദര്യശാസ്ത്രത്തിന് ചേർന്ന രീതിയല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ക്രിക്കറ്റിൻ്റെ സൗന്ദര്യം ആത്യന്തികമായി ചിന്തിക്കാനും വിശകലനം ചെയ്യാനും കഴിവുള്ളവൻ്റെ മനസ്സിലാണ്. എന്തായാലും 2025 IPLൽ 300-ന് അപ്പുറത്തുള്ള സ്കോറുകൾ പലതവണ സ്കോർ ചെയ്യും എന്ന് പ്രവചിക്കപ്പെട്ട ടീം SRHൻ്റെ തോൽവികൾ ക്രിക്കറ്റ് ആരാധകരെ കൂടുതൽ ആധികാരികമായി ക്രിക്കറ്റ് കളി പഠിക്കാൻ നിർബന്ധിതരാക്കുകയാണ്. അത് സ്വാഭാവികമായും ഒരു നല്ല ടോട്ടൽ ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാനും കാത്തിരിക്കുന്നു ടീം കമ്പക്കെട്ടിൻ്റെ തുടർന്നുള്ള മത്സരങ്ങൾക്കായി. ശുഭദിനം.